മനുഷ്യരുടെ കഥ മനുഷ്യരിൽ നിന്നല്ല, ജീവനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ പ്രാചീന സമുദ്രങ്ങളിൽ ഒരു ചെറുതായ ഏകകോശ ജീവി ഉദിച്ചു. ലൂക്ക. എല്ലാ ജീവജാലങ്ങളുടെയും അവസാന പൂർവികൻ. അസ്ഥികളില്ല, മസ്തിഷ്കമില്ല, ലളിതമായ ജനിതക വസ്തുക്കൾ മാത്രം. പക്ഷേ അതിൽ നിന്നാണ് ബാക്ടീരിയയും സസ്യങ്ങളും മൃഗങ്ങളും ഒടുവിൽ നമ്മളും രൂപപ്പെട്ടത്. സമയം മുന്നോട്ട് പോയപ്പോൾ ചില കോശങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ആദ്യ ബഹുകോശ ജീവികൾ രൂപപ്പെട്ടു. തുടർന്ന് 50 കോടി വർഷങ്ങൾക്ക് മുൻപ് സമുദ്രങ്ങളിൽ കോർഡേറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഭാവിയിലെ നട്ടലിൻ്റെ ആദ്യ രൂപം. അവയിൽ നിന്ന് മീനുകൾ വികാസം പ്രാപിച്ചു. പിന്നെ 36 മുതൽ 40 കോടി വർഷങ്ങൾക്ക് മുൻപ് ചില ജീവികൾ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി വന്നു. ആദ്യ ടെട്രാപോഡുകൾ, ഭൂമിയിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന്. തുടർന്ന് 30 കോടി വർഷങ്ങൾക്ക് മുൻപ് ആംനിയോട്ടിക് മുട്ടകൾ രൂപപ്പെട്ടു. അതിൽ നിന്ന് ഉരഗങ്ങൾ, പക്ഷികൾ, സിനാപ്സിഡുകൾ അഥവാ സസ്തനികളുടെ പൂർവികർ സസ്തനികൾ ഉദിച്ചു. ഇവയിൽ നിന്ന് ദിനോസറുകളുടെ കാലം അവസാനിച്ചതിന് ശേഷം 6 മുതൽ 9 കോടി വർഷങ്ങൾക്ക് മുൻപ് ചെറു സസ്തനികൾ മരങ്ങളിൽ ജീവിച്ചു. പിടിക്കുന്ന കൈകൾ, മൂർച്ചയുള്ള കാഴ്ച, വളരുന്ന മസ്തിഷ്കം, ഇവയാണ് പ്രോട്ടോ പ്രൈമേറ്റുകൾ. തുടർന്ന് 6 കോടി വർഷങ്ങൾക്ക് മുൻപ് ആദ്യ യഥാർത്ഥ പ്രൈമേറ്റുകൾ വികാസം പ്രാപിച്ചു, സാമൂഹികവും ബുദ്ധിശാലികളും. പിന്നെ മനുഷ്യയാത്ര തുടങ്ങി. 70 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സഹലാന്ത്രോപ്പസ് ആദ്യമായി നേരെ നിൽക്കുന്ന നടക്കലിൻ്റെ സൂചന നൽകി. 40 നിന്ന് 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആർഡിപിഥെക്കസ് നേരെ നടന്നു, പക്ഷേ മരങ്ങൾ കയറാനുള്ള കഴിവോടെ. 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ലൂസി അഥവാ ഓസ്ട്രലോപിഥെക്കസ് നമ്മളെപ്പോലെ നടന്നു. തുടർന്ന് ഹോമോ ഹാബിലിസ് കല്ലുപകരണങ്ങൾ നിർമ്മിച്ചു. മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കൈകൾക്ക് തുടക്കം നൽകി. 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹോമോ ഇറക്ടസ് തീയെ നിയന്ത്രിച്ചു. കൂട്ടമായി വേട്ടയാടി ആഫ്രിക്കയിൽ നിന്ന് ലോകത്തേക്ക് വ്യാപിച്ചു. തുടർന്ന് ഹോമോ ഹൈഡ്രബഗെൻസിസ് പുരാതനവും ആധുനികവുമായ മനുഷ്യർക്കിടയിലെ പാലമായി. 4 ലക്ഷം മുതൽ 40,000 വർഷങ്ങൾക്ക് മുൻപ് നിയോനാൻഡർട്ടൽസ് ജീവിച്ചു. ഉപകരണങ്ങൾ ഉണ്ടാക്കി, സംസ്കാരം സൃഷ്ടിച്ചു. അവരുടെ DNA ഇന്നും നമ്മുടെ ശരീരങ്ങളിലുണ്ട്. ഒടുവിൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹോമോസാപ്പിയൻസ് ഉദിച്ചു. ഭാഷ, കല, ശാസ്ത്രം, സംസ്കാരം എല്ലാം സൃഷ്ടിച്ചു. ഒരു ഏകകോശത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് ചിന്തിക്കുന്ന, സൃഷ്ടിക്കുന്ന അന്വേഷണ ജീവിയായി മാറി. ഇതാണ് മനുഷ്യരുടെ അത്ഭുതകരമായ വംശപരമ്പര.